ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നാളെ കാണാൻ പോണ ഭാഗം എന്ന് പറയുന്നത്, ശ്രുതിയുടെ അടുത്ത് അമ്മായി പറയുന്നുണ്ട്, ശ്രുതി നീ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് നെയ്യ് മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറയാണ്. ആ സമയത്ത് നമ്മുടെ എനിക്ക് പറയുന്നുണ്ട്, ശ്രുതിക്കുട്ടി ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം എന്ന് പറയണം. അങ്ങനെ എനിക്ക് ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് നെയ്യ് എടുക്കാൻ വേണ്ടി പോകുക കേട്ടോ. നെയ്യെടുത്ത് തിരിച്ചു വരുന്ന വഴി അവരുടെ വണ്ടി ഒന്ന് സ്കിപ്പാവുന്നുണ്ട്. ശ്രുതി നിലത്തേക്ക് വീണ് കയ്യിലെ വളകളൊക്കെ പൊട്ടി, കാലിലെ ചെരുപ്പും കീറി പറഞ്ഞു പോയിട്ട് എനിക്കയുടെ ചെരുപ്പാണ് ശ്രുതിക്ക് ഇടാൻ വേണ്ടി കൊടുക്കുന്നത്. അതേ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അശ്വിനും ഇവരുടെ പുറകിൽ തന്നെ അങ്ങ് പോകുന്ന സമയത്ത് അശ്വിൻ നോക്കുമ്പോഴേക്കും ഒരു ആക്സിഡൻറ്റ് നടന്നിരിക്കുന്നു. കുറേ ആൾക്കൂട്ടമൊക്കെ ഉണ്ട് കൂടെ. ഒരു ആംബുലൻസിൽ ഒരു പെണ്ണിനെ കയറ്റിക്കൊണ്ട് പോകണം. ആ പെണ്ണിനെ പക്ഷെ കാണാൻ പറ്റുന്നില്ല. അവർ ആ ആശുപത്രിയുടെ ഉടുപ്പൊക്കെ വെച്ച്, അതായത് പുതപ്പൊക്കെ വെച്ചിട്ട് മൂടിയിരിക്കുകയാണ്. അശ്വിൻ ആകെ ടെൻഷനാവാണ്. അശ്വിൻ ഇറങ്ങി നോക്കുമ്പോഴേക്കും അവിടെ കുറേ വളപ്പൊട്ടുകളൊക്കെ കിടക്കുന്നു. അശ്വിന് ടെൻഷനാവുന്നുണ്ട്. ആ വളപ്പൊട്ടുകൾ പതുക്കെ അശ്വിൻ കൈവച്ചെടുക്കുകയാണ്. അതെ, ഇത് ശ്രുതിയുടെ വളപ്പൊട്ടുകൾ തന്നെ എന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. അവിടെ ഉണ്ടായതൊരു പയ്യനോട് ചോദിക്കുന്നുണ്ട്, അതെ ഇവിടെ എന്തൊരു ആൾക്കൂട്ടം, എന്തെങ്കിലും പ്രശ്നമാണോ, ആക്സിഡൻ്റ് ആണോ? അതേ സർ, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഒരു പെണ്ണും ചെക്കനും കൂടി വരുമായിരുന്നു. ആ പെണ്ണിനെ കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അശ്വിന് ആകെപ്പാടെ വിഷമിച്ച് കരഞ്ഞ് ആ ആംബുലൻസിൻ്റെ പിന്നാലെ അങ്ങോട്ട് പോകുകട്ടെ. കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിഷമിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടിപ്പോകണേ. നിർത്തുന്നു പറഞ്ഞിട്ട്. പക്ഷേ ആംബുലൻസ് അല്ലേ, ആരെന്ത് വിളിച്ചാലും അവർ നിർത്തില്ല. അവരങ്ങോട്ട് വിട്ടു പോകുകയുള്ളൂ. കാരണം എത്രയും പെട്ടെന്ന് അവർക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണമല്ലോ. അശ്വിനാണെങ്കിൽ എന്ത് ചെയ്യണമല്ലോ, ആ ആംബുലൻസിന് തൊട്ടില്ലെന്ന് പറഞ്ഞിട്ട് അടുത്ത് എത്തുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഒച്ച കേൾക്കണത്. ഇത് കുറച്ചുകൂടി ഒരു ഇത്രയും വിലക്ക് ഈ സാധനം മേടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അവിടെ ഒരു കടക്കാരനോട് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിട്ട്. നോക്കുമ്പോൾ ഒരു കപ്പലണ്ടി വിൽക്കുന്ന ഒരു കടക്കാരനായിരിക്കും. ശ്രുതിനെ കാണുന്നത് അശ്വിനാകെ ഒരു സമാധാനവും വരുന്നുണ്ട്, ദേഷ്യവും വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതി പറഞ്ഞു, നീ എവിടെ പോയിരിക്കുകയായിരുന്നു? നീ നെയ്യ് മേടിക്കാൻ പോയിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? നിനക്ക് എന്തിനും പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് ടെൻഷനായി പോയി. എനിക്കിപ്പോൾ എന്തിനും പറ്റിയാൽ നിങ്ങൾക്ക് എന്താ എന്നൊക്കെ ശ്രുതി എടുത്ത വായിക്ക് ചോദിക്കുന്നുണ്ട്. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ഇത്രയും കാണുള്ളൂ.